ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരത്തോൺ MCQ ആണ്. ബേസ്ഡ് ഓൺ ദ ടോപ്പിക് ആനുകാലിക വിഷയങ്ങൾ അല്ലെ, കറണ്ട് അഫയേഴ്സ് എന്ന ടോപ്പിക്കിന് ബേസ് ചെയ്തിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒറ്റ വീഡിയോ നമുക്ക് കിട്ടാൻ പോകുന്നത് 25 MCQs ആണ്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാനില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ലോക ക്യാൻസർ ദിനം ആചരിക്കുന്നത് എന്നാണ്? ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ആണോ, ഫെബ്രുവരി 2 ആണോ, ഫെബ്രുവരി 5 ആണോ, അതോ ഫെബ്രുവരി 6 ആണോ? നമുക്കറിയാം ലോക ക്യാൻസർ ദിനം എന്നാണ്, ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. രണ്ടാമത്തെ ചോദ്യം: 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ EV രാമകൃഷ്ണൻ, ഓപ്ഷൻ ബി BM തോമസ് മാത്യു, ഓപ്ഷൻ സി പെരുമ്പടവം ശ്രീധരൻ, ഓപ്ഷൻ ഡി സേതു. ആരാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ? അത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, EV രാമകൃഷ്ണൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം: മലേറിയ രോഗത്തിനെതിരെ ലോകത്ത് ആദ്യമായി വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ കെനിയ, ഓപ്ഷൻ ബി കാമറൂൺ, ഓപ്ഷൻ സി എത്യോപ്യ, ഓപ്ഷൻ ഡി മൊറോക്കോ. ഏതാണ് റൈറ്റ് ആൻസർ? കാമറൂൺ ആണ്. ഓക്കെ, മലേറിയ രോഗത്തിനെതിരെ ലോകത്ത് ആദ്യമായി വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം ഏതാണ്? കാമറൂൺ. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം: സ്കൂൾ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയാൻ വിമുക്തിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വഴികാട്ടി, ഓപ്ഷൻ ബി നേർവഴി, ഓപ്ഷൻ സി വിമുക്തി, ഓപ്ഷൻ ഡി സേഫ്. ഏതാണ് റൈറ്റ് ആൻസർ? നേർവഴിയാണ്. സ്കൂൾ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയാൻ വിമുക്തിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? നേർവഴി. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം: 2024 ഏപ്രിൽ റിപ്പോർട്ട് ചെയ്ത പക്ഷിപ്പനിയുടെ വകഭേദം ഏതാണ്? H5N1 ആണോ, H3N8 ആണോ, H8N1 ആണോ, H5N8 ആണോ? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, H5N1. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം: ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ സ്വകാര്യ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യം എന്താണ്? അപ്പം എന്താണിത്? പെരഗ്രിൻ, ആർട്ടമിസ്, ഡ്രാഗൺ ഫ്ലൈ, സൈക്കി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ പെരഗ്രിൻ. ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ സ്വകാര്യ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യം ഏതാണ്? പെരഗ്രിൻ ആണ്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം: രാജ്യാന്തര വനദിനമായി ആചരിക്കുന്നത് എന്നാണ്? രാജ്യാന്തര വനദിനമാണ് മാർച്ച് 21 ആണോ, മാർച്ച് 20 ആണോ, മാർച്ച് 22 ആണോ, മാർച്ച് 23 ആണോ? റൈറ്റ് ആൻസർ ഏതാണ്? മാർച്ച് 21. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം: 2024 ഒളിമ്പിക്സ് വേദി ഏതാണ്? പാരീസ്, ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക്. അപ്പോൾ 2024 ഒളിമ്പിക്സ് വേദി ഏതാണ്? പാരീസ് ആണ്. പാരീസിൽ വെച്ചിട്ടാണ് 2024 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. അടുത്ത ചോദ്യം, അടുത്തിടെ അംഗീകാരം ലഭിച്ച പ്രകാശം വഴി ഡാറ്റ കൈമാറ്റം സാധ്യമാകുന്ന സാങ്കേതിക വിദ്യ ഏതാണെന്നാണ് ചോദ്യം. പ്രകാശം വഴി, ലൈറ്റ് ആണല്ലേ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓപ്ഷൻസ് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആവും അല്ലേ. ഓപ്ഷൻസ് നോക്കിക്കേ. ഫിലെ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ലൈഫൈ, മൂന്നാമത്തെ വൈഫൈ, നാലാമത്തെ OTT5. ഏതാണ്? ലൈറ്റ് വഴിയാണ് അല്ലേ. അപ്പം നമുക്കറിയാം റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ലൈഫൈ ആണ്. അടുത്ത ചോദ്യം, പത്താമത്തെ ചോദ്യം: കുഫ്രി ഉദയ് ഏത് വിലയുടെ സങ്കര ഇനമാണ്? മരച്ചീനി, തക്കാളി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഉരുളക്കിഴങ്ങാണ്. കുഫ്രി ഉദയ് ഏത് വിലയുടെ സങ്കര ഇനമാണ്? ഉരുളക്കിഴങ്ങിൻ്റെ സങ്കര ഇനമാണ് കുഫ്രി ഉദയ്. അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം: കേന്ദ്ര സർക്കാർ കണക്ക് പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷിത GDP വളർച്ചാ നിരക്ക് എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 7.2%, 7.3%, 7.4%, 7.5%. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 7.3% ആണ്. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം: 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഏത് ടീമാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, 13ാമത്തെ ചോദ്യം: സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ സുജലം, ഓപ്ഷൻ ബി ജലനിധി, ഓപ്ഷൻ സി ജലരക്ഷ,
ഓപ്ഷൻ ഡി ജലജീവൻ. ഏതാണ് റൈറ്റ് ആൻസർ? കുറച്ച് കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. എല്ലാത്തിലും ജലമുണ്ട്. അപ്പോൾ സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് സുജലമാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം. 2024 ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുതി വ്യാപാരം സംബന്ധിച്ച ദീർഘകാല കരാറിൽ ഒപ്പിട്ട രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ. നേപ്പാളാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഏത് വർഷമാണ്, ഏത് ദിവസമാണ്? 2024 ജനുവരി 1, 2023 ജനുവരി 1, 2024 ജനുവരി 5, 2023 ജനുവരി 5. റൈറ്റ് ആൻസർ 2024 ജനുവരി 1 ആണ്. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം. വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1930, 1940, പിന്നെന്താണ് കൊടുത്തിരിക്കുന്നത് 1920, 1970. ഏതാണ് റൈറ്റ് ആൻസർ? 1930 ആണ്. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്. കേരളമാണല്ലേ. കേരളത്തിലാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം. അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യം. ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാൻ ബ്രൗസ് സേവ് ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കർണാടക, കേരളം, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്. ഏതാണ്? കർണാടകയാണ്. ഓക്കെ. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. കാസർഗോഡ്, കണ്ണൂർ, കൊല്ലം, കൊച്ചി. ഏതാണ് റൈറ്റ് ആൻസർ? കാസർഗോഡാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല അത് കാസർഗോഡാണ്. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം. 2024 ഫെബ്രുവരിയിൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നാണ് ചോദ്യം. 117, 120, 110, 100. എത്രയായിരുന്നു? 117 ആയിരുന്നു. അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല ഏതാണ്? കോഴിക്കോട്, വയനാട്, പാലക്കാട്, കോട്ടയം. വയനാടാണ് ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല അത് വയനാടാണ്. അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യം. UN സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക ഇന്ത്യയുടെ സ്ഥാനം. അതിൽ ഇന്ത്യയുടെ സ്ഥാനം സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 113, ഓപ്ഷൻ ബി 112, ഓപ്ഷൻ സി 114, ഓപ്ഷൻ ഡി 111. ഏതാണ് റൈറ്റ് ആൻസർ? 112 ആണ്. UN സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 112 ആണ്. അടുത്ത ചോദ്യം 23ാമത്തെ ചോദ്യം. ദേശീയ സെൻസസ് ദിനം എന്നാണ്? ഫെബ്രുവരി 9, ഫെബ്രുവരി 10, ഫെബ്രുവരി 8, ഫെബ്രുവരി 14. ദേശീയ സെൻസസ് ദിനം എന്നാണ്? ഫെബ്രുവരി 9 ദേശീയ സെൻസസ് ദിനം. അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണ്? 36ാമത് കേരള സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. എവിടെയാണ്? കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്. എവിടെയാണ്? കാസർഗോഡിൽ വെച്ചിട്ടാണ് 36ാമത് കേരള സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത്. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് 36ാമത് കേരള സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത്? എവിടെ വെച്ചിട്ടാണ്? കാസർഗോഡിൽ വെച്ചിട്ടാണ്. അത് എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഗവൺമെൻറ് കോളേജിലാണ് നടന്നത്. 2024 ഫെബ്രുവരി 8 മുതൽ 11 വരെ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലാണ് നടന്നത്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ, കോഴിക്കോട് ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം തുടങ്ങി കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. അടുത്ത ചോദ്യം 25ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. കന്നുകാലികൾക്കുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിൽ കേരളത്ത് 1ാം സ്ഥാനത്ത് എത്തിയ ജില്ല ഏതാണെന്നാണ് ചോദ്യം. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട്. അപ്പോൾ കന്നുകാലികൾക്കുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിൽ കേരളത്തിൽ 1ാം സ്ഥാനത്ത് എത്തിയ ജില്ല ഏതാണ്? മലപ്പുറമാണോ, കോഴിക്കോടാണോ, കാസർഗോഡാണോ, അതോ പാലക്കാടാണോ? ഏതാണ് റൈറ്റ് ആൻസർ? മലപ്പുറമാണോ. ഓക്കെ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തു നിന്നും 5ാമതായി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഏത്? മലപ്പുറം.
ജനസാന്ദ്രതയേറിയ ജില്ലകളിൽ ഒന്നാണ് മലപ്പുറം. നിലവിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തിലുള്ള ജില്ലയും അത് ഏത് തന്നെയാണ്? മലപ്പുറം ജില്ല തന്നെയാണ്. അപ്പോൾ കന്നുകാലികൾക്കുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിൽ കേരളത്തെ 1ാം സ്ഥാനത്തെത്തിയ ജില്ല ഏതാണ്? മലപ്പുറമാണ് നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.